മഡഗാസ്കറിൽ സൈനിക അട്ടിമറി നടന്നിരിക്കുന്നു. പ്രസിഡന്റ് ആൻഡ്രി റെജോലിനയെ പുറത്താക്കിയതായി സൈന്യം പ്രഖ്യാപിച്ചു. സൈനിക അട്ടിമറിയെ തുടർന്ന് രാജ്യം വിട്ടുപോയ പ്രസിഡന്റിനെ മഡഗാസ്കർ പാർലമെന്റ് ഇംപീച്ച് ചെയ്തു. ഐസൻ തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദേവിക, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ വാർത്തകളിൽ നിറഞ്ഞു കേട്ട ഒരു വിഷയമാണ് ജൻസി പ്രക്ഷോഭങ്ങൾ. പലയിടങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ജൻസി പ്രക്ഷോഭങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായിരുന്നു. ഈ ജൻസി പ്രക്ഷോഭം തന്നെയാണ് മഡഗാസ്കറിനെയും അവിടുത്തെ സർക്കാരിനെയും വലിയ വെല്ലുവിളി ഉയർത്തിയത്. ജൻസി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തുടർച്ചയായി തുടർന്നു വരുന്ന ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രക്ഷോഭം അടിച്ചൊതുക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആൻഡ്രി രജോലിനയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊന്നും പ്രായോഗികമായില്ല. സൈന്യത്തെ ആട്ടിയോടിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രസിഡന്റ് തന്റെ സ്ഥാനം ഒഴിയുന്നത്, അല്ലെങ്കിൽ പ്രസിഡന്റ് സുരക്ഷിത താവളത്തിലേക്ക് മാറുകയും ചെയ്യുന്നത്. ഈ സൈനിക അട്ടിമറിയുടെ ആ ഒരു മുന്നറിയിപ്പ്, അതായത് സൈന്യം കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും സർക്കാരിനെ അട്ടിമറിക്കുകയും ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ് 2 ദിവസമായി പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൈനിക നീക്കം ഉണ്ടാകുമെന്നൊരു മുൻകൂട്ടി കാണൽ, അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നീക്കം ആൻഡ്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആൻഡ്രി രാജ്യം വിട്ടുപോകാനുള്ള ഒരു നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതിനുശേഷമാണ് ഈ മിലിറ്ററി സൈനിക നടപടി കർശനമായി ഉണ്ടായതോടെ സൈനിക നീക്കങ്ങൾ ഉണ്ടാവുകയും സൈന്യത്തിന്റെ ഒരു മുന്നറിയിപ്പ് പോലും അദ്ദേഹത്തിന് നൽകി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആൻഡ്രി പ്രസിഡന്റ് രാജ്യം വിട്ടു പോവുകയായിരുന്നു. ആ രാജ്യം വിട്ടു പോയതിന് തൊട്ടു പിന്നാലെയാണ് പാർലമെന്റ് രാജ്യം വിട്ടു പോകുന്നതിന് മുമ്പ് പാർലമെന്റ് പിരിച്ചുവിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിലാണ് പാർലമെന്റ് അതിനെതിരെ കൃത്യമായൊരു നീക്കം നടത്തുകയും പ്രതിപക്ഷം കൃത്യമായൊരു ഇംപീച്ച്മെന്റ് നോട്ട് കൊണ്ടുവന്ന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ പ്രസിഡന്റ് രാജ്യം വിട്ടു പോയി എന്ന് മാത്രമാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയെന്ന് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി തന്നെ സമൂഹ മാധ്യമത്തിൽ അറിയിച്ചതിന് ശേഷമാണ് സ്ഥലം വിടുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ പട്ടാള നടപടി സ്വീകരിക്കുന്നു. പട്ടാള അട്ടിമറി യാഥാർത്ഥ്യമായതായി പട്ടാള മേധാവി അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല 2 വർഷത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി സർക്കാർ സംവിധാനങ്ങളെ പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനവും പട്ടാള മേധാവി നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാന ഘടകം എടുത്തു പറയേണ്ടത് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുപ്രധാന സ്ട്രാറ്റജിക് ദ്വീപ് കൂടിയായ, ഭാരതത്തിനുൾപ്പെടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രദേശം കൂടിയായ മഡഗാസ്കറിൽ ഉണ്ടായ ഈ സംഭവം ഏറെ ഗൗരവത്തോടെ ലോകരാഷ്ട്രങ്ങൾ കാണുന്നുണ്ട്. കാരണം സ്ട്രാറ്റജിക് പൊസിഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തന്ത്രപരമായ ഏറ്റവും പ്രാധാന്യമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപാണ് മഡഗാസ്കർ എന്നതുകൊണ്ട് തന്നെ നടപടികളിലേക്ക് നീങ്ങാനുള്ള, അല്ലെങ്കിൽ അതിനെ പിന്തുണയും അന്താരാഷ്ട്ര നിലപാടുകൾ പുറത്തു വരാനുള്ള സാധ്യതയും ഒട്ടും തള്ളിക്കളയാനാവില്ല. ദേവിക.